എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രകാരം വിവിധ സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളിലും എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹത്തെ വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് അനുസരിക്കുന്നവനും ഭാഗ്യവാന്മാർ ആണ് എന്ന് തിരുവചനം പറയുന്നത് പോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേര ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഒരു പുതിയ പാപം എന്നുള്ളതാണ്. നമ്മെ നരകത്തിലേക്ക് യോഗ്യരാക്കുന്ന അല്ലെങ്കിൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നതായ ഒരു പുതിയ പാപം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, പാപം എന്ന് പറയുമ്പോൾ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പാപമുണ്ട്, അത് ദൈവത്തിന് വെറുക്കുന്നതായ, ദൈവം ശിക്ഷിക്കുന്നതായ കാര്യമാണ് പാപമെന്നും, മരണത്തിനപ്പുറം അതിന് ശിക്ഷയുണ്ട്, അത് പല മതങ്ങളിലും ആ ശിക്ഷ പല നിലകളിലാണ് എന്ന് മാത്രം. പക്ഷേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പാപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്, പാപം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു പറയുന്ന കാര്യമാണ്, അത് മനുഷ്യരെ ഭയപ്പെടുത്താൻ, അല്ലെങ്കിൽ അതൊരു ചപ്പടി വിദ്യയാണ്, പാപം എന്ന് പറയുന്ന ഒന്നുമില്ല എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന് അതുപോലെ ഒത്തിരി കടകളൊക്കെ ഉണ്ടല്ലോ, കടകൾ, അതുപോലെ ബാങ്കുകൾ, ഇതിനൊന്നും എന്ത് വേണ്ട, താക്കോല് ലോക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇഴജാതികളും അതുപോലെ മൃഗജാതികളൊക്കെ കയറി വരാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ് മാത്രം മതിയായിരുന്നു. എന്നാലും നമുക്കിന്ന് സെക്യൂരിറ്റി ഉണ്ട്, ലോക്കുണ്ട്. ലോക്ക് ഒരു 3-4 ലോക്ക് വെച്ചിരിക്കുക, മുകളിലും അടിയിലും എല്ലായിടത്തും ലോക്കുകളാണ്. കടകളിലാണ്, വീടുകളിലാണ്. പോലീസിൻ്റെ ആവശ്യമില്ല, ജയിലുകളുടെ ആവശ്യമില്ല, അങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇന്ന് വളരെയധികമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഇന്ന് ഈ ലോകത്തിൽ പാപമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കുവാനായിട്ട് കഴിയും. പാപം എങ്ങനെ വന്നു എന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പാപം എങ്ങനെയാണ് വന്നത്, എന്താണ് പാപം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പറയുന്നുണ്ട് സകലരും പാപികളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സകലരും, ഒരുത്തൻ പോലുമില്ല, സകലരും പാപികളായി തീർന്ന് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, പാപികളെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനാകുവാൻ ഇടയായി തീർന്നത് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം വിശുദ്ധ ബൈബിള്, മതങ്ങൾ, ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ പാപമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. മരണത്തിനപ്പുറം മതങ്ങൾ പാപത്തിന് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തിരി പലവിധമായിരിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പാപമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പാപം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് കഴിയേണ്ടതുണ്ട്. എന്താണ് പാപം? ദൈവ സ്വഭാവത്തിന് എതിരായി നിൽക്കുന്നതെല്ലാം പാപമാണ്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം എന്ന് പറയുന്നതാണ് പാപമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 നിലകളിലുള്ള കാര്യങ്ങളിൽ നമുക്ക് പാപത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പാപം വന്നത് എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ചിന്തിക്കുവാനായിട്ട് ഇടയാകേണ്ടത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പാപം ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്? അത് 3 നിലകളിൽ നമുക്കത് ഓരോരുത്തരിലും അത് വന്നിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തേത്, ആദ്യ മനുഷ്യനാൽ, ആദാമിലൂടെ, അതായത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഏക മനുഷ്യനാൽ സകലരും പാപികളായിത്തീർന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സകലരും പാപികളായിത്തീർന്നത്? എല്ലാവരിലും അങ്ങനെ പാപം പരന്നിരിക്കെ, പാപികളായി തീർന്നിരിക്കെ അവരെല്ലാവരും മരണം വന്നിരിക്കുന്നു, അല്ലേ? അപ്പോൾ പറുദീസയിൽ മരണമില്ലായിരുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അപ്പോൾ ഒരുവനിലൂടെയാണ് സകലരും പാപികളായി തീർന്നത്. നമ്മുടെ ഒരു തെറ്റല്ലായിരുന്നു, എന്താണ്, ഒരുവൻ്റെ അനുസരണക്കേട് നിമിത്തം ഏക മനുഷ്യനാൽ ഈ ലോകത്തിലേക്ക് പാപം പരന്നിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, നമുക്കറിയാം, ഒറ്റ കൽപ്പനയാണ് ആദാമിന് കൊടുക്കുവാനിടയായി തീർന്നത്, അല്ലേ? നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത് എന്ന് പറഞ്ഞ് കൽപ്പനാ ലംഘനം നടത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന്. പിശാചി പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ എല്ലാ മെസ്സേജിലും എല്ലാ സന്ദേശത്തിലും ഞാൻ എടുത്ത് പറയാറുണ്ട്, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ പോലെയാണ്, അല്ലേ? പിശാചി പറഞ്ഞതുപോലെയല്ല സംഭവിച്ചത്. കണ്ണ് തുറന്നതല്ല, നഗ്നരായി തീർന്നത്, അറിഞ്ഞത് അവരിൽ ആത്മാവിൽ മരണം സംഭവിച്ചപ്പോൾ, ദൈവ തേജസ്സും ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ, ഒരു വസ്ത്രമായിരുന്നത് പോലെ ദൈവ തേജസ് അവരെ ഉടുത്ത് ആ തേജസ്സിലായിരുന്നപ്പോൾ അവർ ആത്മാവിൽ മരണം സംഭവിച്ചപ്പോൾ ഈ ദൈവ തേജസ് നഷ്ടപ്പെടുവാനിടയായിട്ടു. അങ്ങനെയാണ് ആത്മാവിൽ മരണം സംഭവിച്ചവരാണ്. അങ്ങനെയാണ് സകലരിലും പാപം വരുവാനും പാപികളായി തീരുവാനും സ്വതവേ പാപം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുവാനൊക്കെ ഇടയാകും. അപ്പോൾ ഒരു ഏക മനുഷ്യനാൽ എന്താ സംഭവിച്ചത്? പാപം ഈ ലോകത്തിലേക്ക് വന്നു. അപ്പം ഏക മനുഷ്യനാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ സകലരും അവൻ്റെ അനുസരണ നിമിത്തം സകലരും നീതിമാന്മാരായിത്തീരും.
അങ്ങനെയാണ് ദൈവം അവരെ ഈ മാനവലോകത്തെ ആത്മാവിൽ മരിച്ചിരിക്കുന്നവരെ വീണ്ടും ജനിക്കുവാൻ തക്കവണ്ണം അവരെയൊക്കെ എന്ത് ചെയ്തിരിക്കുക, ഒടുക്കത്തെ ആദാമിൻ്റെ അനുസരണത്തിലൂടെ സകലരും നീതിമാന്മാരായി തീരുക. പാപികളെ അങ്ങനെയാണ് ദൈവം രക്ഷിക്കുവാനായിട്ട് രക്ഷാമാർഗം ഒരുക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഒരുവനിൽ എങ്ങനെയാണ് പാപം വരുന്നത് എന്നാണ്, ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് പാപികളായി തീരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ആദാമിലൂടെ സകലരും പാപികളായി തീർന്നു. കാരണം ആത്മാവിൽ മരണമുള്ള, ആത്മാവിൽ ജീവനില്ലാത്ത ആ പ്രിയപ്പെട്ടവരുടെ എല്ലാവരും പാപികളായി തീരുകയാണ്. രണ്ടാമത്തത് അവർ ജനിച്ച് വളരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. മാതാപിതാക്കൾ, അതുപോലെ സാഹചര്യങ്ങൾ, അറിവില്ലാത്തതും അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ശരിയാണെന്നുള്ള നിലയിലും തിരുത്താനാകാത്തതും ഒരു വെളിച്ചമില്ലാത്ത അനുഭവങ്ങളൊക്കെ പലരും പാപം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുവാനിടയാകും. മൂന്നാമത്തേത് നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ, പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപം ഒക്കെ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ പാപത്തിന് ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പാപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പാപത്തിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് 3-4 കൂട്ട ദോഷങ്ങളുണ്ട്. പാപം ചെയ്താൽ സംഭവിക്കുന്നത് പിശാചിൻ്റെ നിയന്ത്രണത്തിൽ ആ വ്യക്തിയായി തീരുകയാണ്. ദൈവത്തിൻ്റെ യജമാനത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം വിട്ട് പിശാചിൻ്റെ നിയന്ത്രണത്തിൽ ആ വ്യക്തി ആയി തീരുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ, ദൈവത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകുവാനിടയായിത്തീരും. ദൈവത്തെ നമ്മെ ഭിന്നിപ്പിക്കുന്നത് പാപമാണ്. അപ്പോൾ ഈ പാപമുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയാകും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പാപത്തിന് ഒരു ശിക്ഷ, അതായത് ശാപമുണ്ട്. പാപങ്ങൾക്ക് ഒരു ശാപം, അല്ലേ? നമുക്കത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിക്ക്, വ്യവസ്ഥയ്ക്ക് ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അതിൻ്റെതായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കണം. അതിനെ നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന കാര്യമാണ് ശാപം. ചിലപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് പോലും, അല്ലേ, അത് നമ്മുടെ ജീവിതത്തിലെ പാപം മുഖാന്തരം അത് അവർക്ക് അനുഭവിക്കേണ്ടി വരും. നാലാമത്തേത്, പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മരണത്തിനപ്പുറം നിത്യമായൊരു ശിക്ഷ, നരകം. അവിടെ പാപത്തിന് ശിക്ഷ അനുഭവിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പാപത്തിൻ്റെ ദോഷവശങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ തന്നെ ഈ പാപത്തെ നമുക്ക് 3 ഘടകമായിട്ട്, 3 നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാപത്തെ ഒന്ന് 10 കൽപ്പന. ഒരു ഉദാഹരണമാണ് 10 കൽപ്പന. നമുക്കറിയാം മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പന. ആ 10 കൽപ്പനയിൽ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു. പിന്നെ 6 മുതൽ 4 മുതൽ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ, അങ്ങനെ 6 കൽപ്പനകൾ ധാർമ്മികമായ നിലകളിൽ, അതായത് മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധത്തിലുള്ള കൽപ്പനകളാണ്. അപ്പോൾ അങ്ങനെ 2 വിഭാഗമായിട്ട് നമുക്ക് ഇവിടെ കൽപ്പനകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒത്തിരി കൽപ്പനകളും നിയമങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഈ 10 കൽപ്പനയെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം. 2, മനുഷ്യനുമായിട്ട് ധാർമ്മികമായ നിലകളിൽ. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയമായ നിലയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇപ്പുറത്ത് സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ധാർമ്മികമായ കൽപ്പനകൾ. അങ്ങനെ 2 വിഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ 10 കൽപ്പനയിലെ 4 കൽപ്പനകൾ എന്ന് പറയുന്നത്, 1, അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. 2, സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിൻ്റെ രൂപത്തെ ഉണ്ടാക്കുകയോ അതിൻ്റെ മുമ്പിൽ വണങ്ങുകയോ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തേത്, കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. 4, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാം. 5 മുതൽ 10 വരെയുള്ള കൽപ്പനകളാണ് നമുക്ക് ഈ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന കൽപ്പനകൾ. അതിലെ നമുക്ക് ചില സഭകളിൽ 2-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് പഠിപ്പിക്കാതെ ഈ 6 കൽപ്പനകളെ അത് 2 എണ്ണാക്കി പഠിപ്പിച്ച് 10 എണ്ണാക്കുന്നതായ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് 10-ാമത്തെ കൽപ്പന, അന്യൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അത് മക്കളെയോ നിലങ്ങളെയോ ദാസനെയോ ഭാര്യയെയോ അങ്ങനെ എക്സെട്ര, അങ്ങനെയുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് വിശദീകരിച്ച് കൊടുത്തിരിക്കുന്ന കൽപ്പനയെ 2 എണ്ണാക്കുവാനിടയായിട്ടുണ്ട്. കാരണം ഒരു കൽപ്പന പഠിപ്പിക്കുന്നില്ല. അപ്പോൾ 10-ാമത്തെ കൽപ്പന 2 എണ്ണാക്കി. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇത് രണ്ടും യാതൊന്നിനെയും മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനയെ, ഒരു കൽപ്പന, ദൈവത്തോടുള്ള ബന്ധത്തിലെ ഒരു കൽപ്പന പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ 10-ാമത്തെ കൽപ്പനയെ 2 എണ്ണാക്കി പഠിപ്പിക്കുക. അപ്പോൾ 2-ാമത്തെ കൽപ്പന ഏതെന്ന് ഞാൻ നേരത്തെ പറയുവാനിടയായിട്ടുണ്ട്. സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ ജലത്തിലുള്ള യാതൊന്നിൻ്റെ രൂപത്തെ ഉണ്ടാക്കുകയോ അതിൻ്റെ മുമ്പിൽ വണങ്ങുകയോ അരുത് എന്നുള്ളതാണ്. അപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇതുപോലെ ദൈവികമായിരിക്കുന്ന നിയമങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾ, മറ്റ് മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾ. അപ്പോൾ ഇത് 3-ാമത്തേത് ഞാൻ ഈ പുതിയൊരു പാപം എന്നുള്ള നിലയിലാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ അടുത്ത് നമുക്കത് പറയാനായിട്ട് ഇടയായിത്തീരാം. ഈ പാപികളെ രക്ഷിക്കുവാനാണ്, പാപമോചനം നൽകുവാനാണ് ദൈവം, അല്ലേ, ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനിടയായിത്തീരുന്നത്. എങ്ങനെയാണ് പാപം നമുക്ക് മോചനം ലഭിക്കുന്നത്? ദൈവത്തിൽ നിന്നൊക്കെ സൗജന്യമായി ലഭിക്കുന്നത് പാപമോചനം ദൈവത്തിൽ നിന്നായിരിക്കുന്നത് സൗജന്യമായിരിക്കണം. അത് ദൈവത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കും. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് രക്ഷാകര പദ്ധതി ഒരുക്കി. എങ്ങനെയാണ് ആ പദ്ധതി നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഒരു ചെറിയ ചുരുക്കവാക്കുകളിൽ അതിനെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി, അതായത് സകല മാനവജാതിയുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷ താൻ അനുഭവിച്ച് കുരിശിൽ ഒരു യാഗമായി തീരുവാനിടയായി. ആ യാഗം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതായിരുന്നു. താൻ കുരിശിലെ തൻ്റെ മാനവലോകത്തിന് മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ താൻ അനുഭവിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാരവും പ്രായശ്ചിത്തം വരുത്തി.
അത് വിശ്വസിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയ യാഗമായി തീർന്ന കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ രക്താംബരം പോലെ ചുവന്നതായ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു തരുവാനിടയാകും. അങ്ങനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ, പാപക്ഷമയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിപ്പാനിടയായിത്തീരും. അങ്ങനെയാണ് പാപിയായ ഒരുവനെ ദൈവം എന്ത് ചെയ്ത് വിശുദ്ധീകരിച്ച് രക്ഷിക്കുവാനായിട്ട് മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൗജന്യമായ പ്രവൃത്തി, രക്ഷാകര പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് പാപമോചനം സൗജന്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് കഴിയുക? അത് സകല ജനത്തിൻ്റെയും സകല പാപങ്ങളും ഏറ്റെടുത്തത് കൊണ്ട് ഏത് സമയത്ത് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്താണ്, എല്ലാ പാപങ്ങളും അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നതായ പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട് നിശ്ചയമായും നാം ഏറ്റുപറയുമ്പോൾ പാപക്ഷമ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇനി ഒന്നാമത്, ഇങ്ങനെ പാപക്ഷമ പ്രാപിക്കുമ്പോൾ തന്നെ തുടർന്നും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു മുൻകരുതൽ എടുക്കുവാനായിട്ട് ഇടയാകണം. പാപം നിറഞ്ഞ ഈ ശരീരം ഇവിടെ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ആത്മാവാണ് രക്ഷിക്കപ്പെടുവാനായി തീർന്നു. ഇങ്ങനെ പാപമോചനം പ്രാപിച്ചത് യേശുവിനെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ നിത്യജീവനെ പ്രാപിക്കും. അവർ മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകും, അല്ലേ? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായി തീരും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ ദൈവം മുമ്പാകെ വിശുദ്ധരാണ്. അപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇവരെ അവരുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് പോകുവാനിടയാകുന്നുവെങ്കിൽ പാപത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനായിട്ട് ഇടയാകും. അതിന് ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പറയാം. നമുക്ക് പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശമുണ്ട്. ഒരു പുതിയ പാപം എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ കഴിയേണ്ടതിന് ഒന്നാമത്തേത്, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുതാപത്തോടെ കർത്താവിനോട് പാപങ്ങളെക്കുറിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദുഃഖിക്കുവാനായിട്ട് ഇടയാകണം. നീണ്ട ഒരു അനുതാപം. നമുക്കറിയാം, സങ്കീർത്തനം 51 പറയുന്നുണ്ട്, ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളൊന്നും എന്തില്ല, പാപമോചനത്തിന് വേണ്ടി പരിഹാരം വരുത്തുന്നില്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം ദൈവം നിരസിക്കുകയില്ല. അപ്പോൾ തകർന്നും നുറുങ്ങിയുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത് അനുതാപത്തോടെ വീണ്ടും വീണ്ടും പാപത്തിൽ പെടുമ്പോൾ അല്പസമയം കൂടി ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ തെറ്റിപ്പോയി, ചെയ്യാതിരിക്കാനുള്ള കൃപ തരണം, അങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ സമയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ദൈവശക്തി നമ്മുടെ മേൽ പകരുവാനായിട്ടിടയാണ്. തന്നിൽ ആശ്രയിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവമാണ്. അപ്പോൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അനുതാപത്തോടെ സമയമെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകും. രണ്ടാമത്തേത് അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് നമ്മുടെ ബുദ്ധിക്ക്, അതുപോലെ നമ്മുടെ ജീവിതത്തിന്, നമ്മളെ അമാനുഷികമായ നിലകളിൽ നമ്മെ ശക്തീകരിക്കുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഏത് പ്രയാസം നിറഞ്ഞ പാപത്തിൻ്റെതായ സാഹചര്യങ്ങളെ കണ്ട് അത് ഒഴിഞ്ഞു മാറുവാൻ നമ്മുടെ ഹൃദയത്തിൽ നാം ഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ടിടയാകും. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനിടയായി തീരുമ്പോൾ ഒരു വലിയ വിജയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടിടയാകും. ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗം എന്ന് പറയുന്ന കുറച്ച് സർവായുധ വർഗ്ഗങ്ങളുടെ പട്ടിക എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൽ ആക്രമിക്കാനായിട്ട് സർവായുധ വർഗ്ഗത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആത്മാവിൻ്റെ വാളായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം പാപത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അത് തെറ്റാണ്, അത് പാപമാണ്, അത് ദൈവത്തിന് ഹിതമല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശരിയായത്, സത്യമായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കുവാനിടയാകും. നാം അത് വിളിച്ചു പറയാനിടയായിത്തീരുമ്പോൾ നമ്മെ പാപം ചെയ്യിക്കുവാനുള്ള അന്ധകാര ശക്തികളുടെ സ്വാധീനം നമ്മൾ ആക്രമിക്കുവാൻ ശക്തിയുള്ളതായ കാര്യമായിട്ട് മാറുവാനായിട്ട് കഴിയും. അപ്പോൾ പിശാച് നമ്മെ തകർത്ത് പാപം ചെയ്യിക്കുന്നതായ നിലയിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് പിശാചിനെ എതിരിടുമ്പോൾ പിശാച് ഓടിപ്പോകുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുവാനായിട്ട്. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആക്രമിക്കാൻ തന്നിരിക്കുന്ന ആത്മാവിൻ്റെ വാളാകും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ സ്വാധീനമുണ്ട്, നമുക്ക് ജയം തരുന്നതാണ്, അത് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയുന്നതാണ്, കീഴടക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് വളരെ സമയമെടുത്തുകൊണ്ടുള്ള അനുതാപത്തോടെയുള്ള പ്രാർത്ഥന. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് ഉരുവിടുന്നത്, പാപത്തിൻ്റെ സാഹചര്യത്തിൽ അത് ഉരുവിടുവാൻ കഴിയുവാനായിട്ട് കഴിയണം. അത് ദൈവാത്മാവിൻ്റെ വാളാകുന്നു, പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും വെട്ടിമാറ്റുവാൻ കഴിവുള്ള വാളാകുന്നു. മൂന്നാമത്തേത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകാനിടയാകത്തില്ല. അത് ദൈവശക്തിയാണ്. ഇരുട്ടിന് മാറ്റാൻ കഴിയുന്ന ഒരു വെളിച്ചത്തിൻ്റെ ശക്തി പോലെ, വലിയ കൂരിരുട്ട് വരുമ്പോൾ ഒരല്പം വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആ കൂരിരുട്ടിൻ്റെ ബലം ഇല്ലാതാകുന്നത് പോലെ ആ അന്ധകാര ശക്തികളെ, പദ്ധതികളെ എല്ലാം തകർത്ത് കളയുവാൻ നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന യേശുവെ എന്ന് വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ, ആ യേശുവിൻ്റെ നാമം നമുക്ക് ജയം തരുന്നതാണ്. ആ യേശുവിൻ്റെ നാമം നമ്മെ ശക്തീകരിക്കുന്നതാണ്. ആ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അന്ധകാര ശക്തികൾക്ക് വലിയ കോട്ടം സംഭവിക്കുവാനിടയായിത്തീരും. അപ്പോൾ യേശുവെ എന്ന് വിളിക്കുമ്പോൾ, പാപത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ കർത്താവെ യേശുവെ എന്നൊക്കെ വിളിക്കുമ്പോൾ, അത് മുൻപിൽ കടന്നു വരുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അതൊരു വലിയ അധികാരവും ഒരു ദൈവശക്തിയും ജയിക്കുവാനുള്ളതായ എല്ലാ കൃപകളും അതിന് അകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകുവാനിടയാകും. ഇന്നത്തേതിലെ നന്ദി പറയുവാനിടയാകും. പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ. എൻ്റെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ചു തന്ന യേശുവെ, അല്ലേ, എന്നെ ദൈവംഭാഗെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ദൈവംഭാഗെ വിശുദ്ധനാക്കിയ ദൈവമേ, എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയുവാനൊക്കെ ഇടയായിത്തീരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് നമുക്ക് മുന്നേറി ആത്മീയ ജീവിതം വളരെ പവർഫുള്ളായിട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. അപ്പോൾ 4 കൂട്ട കാര്യങ്ങളാണ്
പാപത്തോടുള്ള ബന്ധത്തിൽ ജയിക്കുവാനായിട്ട്, നമ്മെ തോൽപ്പിക്കാതെ നമുക്ക് ജയത്തോടെ പോകുവാനായിട്ട് കഴിയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ. വേറെയും കാര്യങ്ങളുണ്ട്, ഞാൻ വേഗത്തിൽ ചുരുക്കമായിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് പുതിയൊരു പാപം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ. രണ്ട്, യേശുവിൽ വിശ്വസിക്കാത്തവരുടെ ജീവിതത്തിൽ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പുതിയ പാപം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു നമ്മുടെ സകല പാപങ്ങളെയും ഏറ്റെടുത്ത് അതിനെ പ്രായശ്ചിത്തം വരുത്തി, ശിക്ഷ അനുഭവിച്ച്, പരിഹാരം വരുത്തി. അതുകൊണ്ടാണ് നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ക്ഷമിച്ച് കിട്ടുന്നത്. കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ പാപത്തിന് ശിക്ഷ അനുഭവിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരവും പ്രായശ്ചിത്തം വരുത്തി. ആ യാഗം അതായിരുന്നു. അപ്പോൾ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതായിരുന്നു ആ യാഗം. ആ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് കർത്താവിനോട് പാപങ്ങളെ ഏറ്റു പറയുന്നത്. അപ്പോഴാണ് പാപം ക്ഷമിച്ചു തരുവാനിടയാകുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ഈ വിശ്വാസ മുഖാന്തരമാണ് പാപക്ഷമയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടത്. അപ്പം അങ്ങനെയാണ് പാപം മോചിച്ച് നമ്മൾ നിത്യമായ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായിത്തീരുന്നത്. ഇവിടെ രോഗങ്ങൾ സൗഖ്യമായത് കൊണ്ടോ, ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതുകൊണ്ടോ, കടബാധ്യത മാറിയതുകൊണ്ടോ, മക്കളെ ലഭിച്ചതുകൊണ്ടോ, വീട് വലുതുണ്ടാക്കി, സ്ഥലമോ കുറെ വാങ്ങിച്ചു, അതുകൊണ്ടൊന്നും നമുക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. യേശുവിനെ പറ്റി കൂടുതൽ പാടി, കൂടുതൽ പ്രസംഗിച്ചു, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു, സൽപ്രവർത്തികളൊക്കെ ചെയ്തു, അതുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ കഴിയില്ല. പാപക്ഷമയ്ക്ക് വേണ്ടി യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നിന്റെ വിശ്വാസം രക്ഷിക്കുന്നത് ഏതാണ്? രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് അവന് വിശ്വസിക്കാം. പാപക്ഷമയ്ക്ക് വേണ്ടി അവന് വിശ്വസിക്കേണ്ടത് കാൽവരി ക്രൂശിൽ എൻ്റെ പാപങ്ങളെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് അതിൻ്റെ പാപത്തിന് ശിക്ഷ അനുഭവിച്ച് പരിഹാരം പ്രായശ്ചിത്തം വരുത്തി. മാനവലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിരുന്നു അവൻ്റെ യാഗം. ഈ വിശ്വസിച്ചുകൊണ്ടാണ്, എൻ്റെ ഇപ്പോഴത്തെയും കഴിഞ്ഞ പാപങ്ങളെ എല്ലാ പാപങ്ങളെ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ചത് കൊണ്ടാണ്, പരിഹാരം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഏറ്റു പറയുമ്പോൾ നമുക്ക് സൗജന്യമായി പാപക്ഷമ ലഭിക്കുന്നത്. ഇനിയും ഈ പാപങ്ങൾക്ക് ഇപ്പം ഞാനിതുവരെ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് ഞാനൊന്നും ചെയ്യേണ്ടതില്ല. അത് യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാപങ്ങൾക്ക് വേണ്ടി ഇനിയും നമ്മൾ പരിഹാരം അനുഷ്ഠിക്കുന്നുവെങ്കിൽ, പരിഹാരം വരുത്തുന്നുവെങ്കിൽ, പാപങ്ങളെ മോചനം ലഭിക്കേണ്ടതിന് നമ്മൾ കർമ്മങ്ങൾ, ചെറുതും വലുതുമായിരിക്കുന്ന പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടാനായിട്ടുള്ള ഒരു വിശ്വാസമല്ല യേശുവിൽ നീ വിശ്വസിച്ചിരിക്കുന്നത്, നാം ഓരോരുത്തരും വിശ്വസിച്ചിരിക്കുന്നു. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മരിക്കുവാനിടയായി തീർന്നത് ആ വിശ്വാസം നമുക്കറിവില്ല അല്ലേ? വിശ്വസിക്കേണ്ടത്, പാപമോചനത്തിന് വിശ്വസിക്കേണ്ടത് എന്താണ്? പാപമോചനം സൗജന്യമായി ലഭിക്കേണ്ടതിന് നമ്മൾ വിശ്വസിക്കേണ്ടത് എൻ്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് ആ പാപത്തിൻ്റെ പരിഹാരം പ്രായശ്ചിത്തം വരുത്തി അത് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റു പറയുമ്പോഴാണ് പാപത്തിൻ്റെ ക്ഷമ നമുക്ക് പ്രാപിക്കാനിടയായിത്തീരും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ വീണ്ടും നമ്മൾ പാപത്തിന് പരിഹാരം വരുത്തുന്നുവെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ നിന്ന് നഷ്ടമാക്കുവാനായിട്ടിടയാകും. ഈ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അങ്ങനെ പാപമോചനം ലഭിക്കുന്നതാണെങ്കിൽ യേശു ക്രിസ്തു കുരിശിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഈ കഷ്ടാനുഭവങ്ങളിലൂടെ കർത്താവ് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പല നിലകളിൽ സൽപ്രവൃത്തി ചെയ്തോ മറ്റു നിലകളിലുള്ള വിധമായ നിലകളിലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് പാപത്തിന് പരിഹാരം വരുത്തുന്നുവെങ്കിൽ യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്? അപ്പോൾ യേശുക്രിസ്തു മരിച്ചത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടതില്ല, ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കാതലായിരിക്കുന്ന, ഈ ആധാരമായിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ എന്ത് ചെയ്തിരിക്കുക? പാപത്തിനെ പല നിലകളിലൊക്കെ ഏറ്റുപറയുന്നുണ്ട്. ദൈവത്തോടല്ല, പല നിലകളിലൊക്കെ ആളുകൾ ഏറ്റുപറയുന്നുണ്ട്. എന്നിട്ട് ഈ പാപത്തിന് നമ്മൾ പരിഹാരം വരുത്തുക പല നിലകളിലാണ്. മരിച്ചിട്ട് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ മരിച്ചിട്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ ചെയ്യുന്നുവെങ്കിൽ ഒരു ലക്ഷപ്രഭുവിന്, കോടീശ്വരനെ സ്വർഗത്തിൽ പോകാൻ കഴിയും. ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഒത്തിരി പല നിലകളിൽ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള പരിപാടികൾ നമുക്ക് ചുറ്റിലും കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതുണ്ട്, മരണത്തിനപ്പുറം ആ വ്യക്തിക്ക് നമ്മുടെ കർമ്മങ്ങൾ മുഖാന്തരമോ നമ്മൾ ആ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു പരിപാടിയോ ആത്മാവിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടണം. മാത്രമല്ല, ഇനി നമ്മൾ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതില്ല, അത് യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബലി അർപ്പിക്കേണ്ടതില്ല, അത് യേശുക്രിസ്തു ബലി അർപ്പിച്ചിട്ടുണ്ട്. സൽപ്രവൃത്തികളാലല്ല പാപത്തിന് പരിഹാരം വരുന്നത്, അതല്ല സ്വർഗ്ഗരാജ്യം നമുക്ക് അവകാശമാക്കി തരുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം അത് വിശ്വസിക്കുവാനായിട്ട്, കുരിശിൽ മരിച്ചു എന്നുള്ളതല്ല, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുള്ളതല്ല, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞാൽ ആ വിശ്വാസ മുഖാന്തരമാണ് യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പാപം ക്ഷമിച്ചു തരുവാനിടയാകണം. അങ്ങനെ ഒരു പാപക്ഷമ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ പാപക്ഷമയും നീതീകരണവും ലഭിക്കുന്നത്. അത് മുന്നിലുണ്ടായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ അതാണ് നമ്മെ സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടുത്തുന്നത്. അതാണ് പുതിയൊരു പാപം എന്ന് പറയുന്നത്. അതായത് ഇതുവരെയും ചെയ്ത പാപങ്ങൾ അങ്ങനെ തന്നെ നിലവിൽ നിൽക്കുവാനായിട്ടിടയാകും, ആ പാപത്തെ ശിക്ഷിക്കുവാനിടയാകും. കാരണം എന്താണ്? നമ്മളുടെ പാപത്തിന് നാം തന്നെ പരിഹാരം വരുത്തി സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായ വ്യർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു പുതിയ പാപം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് നാം പരിഹാരം വരുത്തുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം വരുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയാകേണ്ടി വന്നത്. അതിനുവേണ്ടി പരിഹാരം വരുത്തുവാനാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. സകല ജനത്തിനും
സമ്പൂർണ്ണമായ ശുദ്ധീകരണം വരുത്തുവാൻ കഴിയുന്ന ഏക യാഗമാണ് തൻ്റെ ബലിമരണം എന്ന് പറയുന്നത്. അപ്പം ഇനി ബലികളല്ല, യാഗങ്ങളല്ല, സൽപ്രവർത്തികളല്ല, വേറെ പ്രാർത്ഥനകൾ കൊണ്ടല്ല നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരിഹാരം വരുത്തിയ കുരിശിലെ മരണം വിശ്വസിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പുതിയൊരു പാപം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പരിഹാരങ്ങൾ ചെയ്ത് പാപത്തിന് മോചനം ലഭിക്കേണ്ടതിന് ചെയ്യുന്നതായ കാര്യമെന്ന് പറയുന്നത് നാം ഒരു പുതിയൊരു പാപം ചെയ്യുക. കാരണം ഇതുവരെയും ചെയ്തിരിക്കുന്നതായ സകല പാപങ്ങൾക്കും ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ ഈ തിരിച്ചറിവ്, ഏത് തിരിച്ചറിവ്? യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം എൻ്റെ പാപത്തിന് ശിക്ഷയായിരുന്നു, ആ യാഗം മാനവജാതിയുടെയും എൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുവാൻ തക്കവണ്ണം ആ വിശ്വാസം മതിയായത്. അപ്പോൾ യേശുക്രിസ്തുവിലെ വിശ്വാസം മുഖാന്തരമാണ് എന്താണ് വിശ്വസിക്കേണ്ടത്? പാപക്ഷമയ്ക്ക് വേണ്ടി. അതാണ് പ്രധാനമായിരിക്കുന്നത്. അതില്ലാതെ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം വരുത്തുവാൻ ഇടയായി തീർന്നാൽ ഒരു പുതിയൊരു പാപം അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയാകും. നാം ഒരിക്കലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇനി ജാതികൾക്കുള്ള, യേശുവിനെ അറിയാതെ അല്ലെങ്കിൽ തള്ളിപ്പറയാവുന്ന ആളുകൾക്കുള്ള ശിക്ഷാവിധി എന്ന് പറയുന്നത് ദൈവം അയച്ചതായ പുത്രനെ വിശ്വസിക്കായകൊണ്ട് അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ യേശുവിനെ അറിയുന്നവർക്കുള്ള ഒരു പുതിയൊരു പാപമാണിത്. യേശുവിനെ അയച്ചതിന് ശേഷം ജാതികൾക്കുള്ള ശിക്ഷാവിധി എന്ന് പറയുന്നത് അവരുടെ പാപങ്ങളെക്കാളും അപ്പുറമായി ദൈവം അയച്ചവനിൽ വിശ്വസിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3:18-19 നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പുതിയൊരു പാപം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വരുന്ന ഒരു പാപം, അത് നമ്മെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനിടയാണ്. ഒറ്റ പാപമാണ് അല്ലേ? മുഴുവൻ പാപങ്ങൾക്കും ശിക്ഷ അനുഭവിക്കേണ്ടത് വരും. ജാതികൾക്കുള്ള പാപം എന്ന് പറയുന്നത് എന്താണ്? ദൈവം അയച്ചവനെ പുത്രനിൽ വിശ്വസിക്കായകൊണ്ട് അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിച്ചതായ കാര്യം ഞാൻ മാക്സിമം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാപത്തിന് നാം പരിഹാരം വരുത്തിയാൽ പാപമോചനം സാധ്യമാകുകയില്ല. എന്നാൽ നാം വിശ്വസിക്കേണ്ടത് പാപമോചനത്തിന് വേണ്ടി വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തു എൻ്റെയും സകല ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചു, അതുകൊണ്ട് ആ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപം ക്ഷമിച്ചു തരുവാനിടയാകും. രക്താംബരം പോലെ ചുവന്നതായ പാപങ്ങളെയും അവൻ മഞ്ഞ് പോലെ വെളുപ്പിക്കുവാനിടയാകും. ആ പ്രിയപ്പെട്ട യേശു എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു. യേശുക്രിസ്തു മാത്രമേ അപ്രകാരം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പാപമോചനത്തിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം നിത്യജീവനെ പ്രാപിക്കുകയും നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീർന്ന് സ്വർഗത്തിൽ നിത്യമായി വാഴുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മിൽ വസിക്കുന്നതുകൊണ്ട് ഒത്തിരി വിലയേറിയ അനുഗ്രഹങ്ങളാണ് അത്. അപ്പോൾ പൗലോസ് പറയുന്നത് അപ്രമേയ ദാനങ്ങൾ, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുതിയൊരു പാപത്തിന് ഉടമയായിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, ഇതുവരെയും ചെയ്ത ഇനിയും ചെയ്യുന്നതായ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിനോട് നമ്മുടെ ഒരു കർമ്മങ്ങൾ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല, സൽപ്രവൃത്തികൾ കൊണ്ട് കഴിയില്ല. ഏതൊക്കെ നിലകളിലെ കാര്യങ്ങളായാലും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. എത്രയൊക്കെ വലിയ കവാടങ്ങൾ ഉണ്ടാക്കി അതിലൂടെ കടന്നുപോയാലും പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ ആ യാഗം വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സൗജന്യമായി ആ സമയം തന്നെ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുക. പാപം എന്നാൽ എന്ത് എന്ന് നാം ചിന്തിപ്പാനിടയായിത്തീരും. പാപം വന്ന വഴികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. പാപത്തിൻ്റെ രണ്ട് വിധമായ മണ്ഡലം, ദൈവത്തോടുള്ള ബന്ധത്തിലും ആ മനുഷ്യനോടുള്ള ബന്ധത്തിലും. മൂന്നാമത്തേത് ഒരു പുതിയ പാപം എന്നുള്ള നിലയിലും നാം ചിന്തിപ്പാനിടയായിത്തീരും. പാപത്തിന് ശിക്ഷയുണ്ട്, ആ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം നീതിമാനും വിശ്വസ്തനുമാകുക, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ ക്ഷമിച്ചു തരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. അങ്ങനെ ദൈവമുമ്പാകെ വിശുദ്ധരായി ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ സേവിപ്പാൻ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ അത് സൗഖ്യമായി തീരട്ടെ. ജോലിയും ബിസിനസ്സും ഒക്കെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.